വെൽക്കം ടു ഡേ 4 ഓഫ് അവർ വേസ്റ്റ് ലൈൻ ചലഞ്ച്. ഇപ്പോൾ ഇത്രയും ദിവസം നമ്മളൊന്ന് ജസ്റ്റ് ബോഡിയൊക്കെ ഒന്ന് മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ചിലയിടത്തൊരു പിടുത്തം, ചിലയിടത്തൊന്ന് സ്ട്രെച്ച് ആവാൻ ബുദ്ധിമുട്ട്, ചിലർക്ക് കൈയും കാലവും നോക്കി നിവർന്ന് കിട്ടാൻ ബുദ്ധിമുട്ട്, ചിലർ വളരെ ഈസി ആയിട്ട് ചെയ്യുന്നുണ്ട്, ചിലരുടെ ശരീരത്തിന് തോന്നുന്നു നമുക്കിതൊന്നും പോരായെന്ന്. ഓക്കെ, എനിവേ ഈ ഡേ 4 കുറച്ച് നമ്മൾ ഫ്ലോർ എക്സസൈസ് കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലേഡീസ് നമുക്ക് ഏറ്റവും കൂടുതൽ പെൽവിക് സ്ട്രെങ്ത് ആവശ്യമാണ്. സ്ട്രെങ്ത് ചെയ്യണമെങ്കിൽ കുറച്ചൊന്ന് ഫ്ലെക്സിബിൾ ആവണം സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് കുറച്ചുകൂടെ ഇമോഷൻസിൻ്റെ ഏറ്റവും പരിമോന്നതിയിൽ, അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടം, ദേഷ്യം, ആങ്കർ, ഫ്രസ്ട്രേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പ് മോഡിലേക്ക് വരുന്നത് ഏറ്റവും കൂടുതൽ ഈ ഒരു സ്റ്റൊമക്ക് അബ്ഡോമിൻ ഏരിയയിൽ ആണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ചിലർക്കത് തിരിച്ചറിയ പോലും ഉണ്ടാവില്ല, ഇത് ഈ ഇമോഷൻസിൻ്റെയൊക്കെ ഉറവിടം തലയാണെന്നാണ് നമ്മളെപ്പോഴും വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. അപ്പോൾ നമുക്കിന്നൊന്ന് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫ്ലോറാണ്. അപ്പോൾ നമ്മുടെ സ്പൈനും പൽവിക്കും തമ്മിലുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും നമ്മളിന്ന് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ലെറ്റ്സ് ഗോ ഫോർ ഡേ 4. ഓക്കെ, റെഡി? ഡു യുവർ ഫുൾ ബോഡി സ്ട്രെച്ച്. കീപ് യുവർ ഷോൾഡർ പൊസിഷൻ. 1 2 3 4 5 6 7 8 9 10. Left. 1 2 3 4 5 6 7 8 9 10. Opposite. 10 9 8 7 6 5 4 3 2 1. To our strand. 1 2 3 4 5 6 7 8 9 10. Bend forward. 1 2 3 4 5 6 7 8 9 10. Ready? 1 2 3 4 5 6 7 8 9 10. Opposite. 1 2 3 4 5 6 7 8 9 10. ഒരു കറക്ഷനാണ്. ഓക്കെ, ബോഡി നേരത്തെ ഇങ്ങോട്ട് ബെൻഡ് ചെയ്താൽ തന്നെ രണ്ട് കാലും സ്റ്റഡി ആയിട്ട് ഉറപ്പിച്ച് നിൽക്കും. എന്നിട്ട് ഇവിടെയാണ് സ്ട്രെച്ച് കൊടുക്കേണ്ടത്. നെക്സ്റ്റ്. 1 2 3 4 5 6 7 8 9 10. 10 9 8 7 6 5 4 3 2 1. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. Opposite. 10 9 8 7 6 5 4 3 2 1. Lower body. 1 2 3 4 5 6 7 8 9 10. Cross. 1 2 3 4 5 6 7 8 9 10. Opposite. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10.
opposite 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 opposite 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 okay. Next just squats, but we are sitting on the floor. Two, 3, 4, 5, നെക്സ്റ്റ് 5 നമ്മൾ ഹാൻഡ്സ് ഓൺ ദ ഹിപ്സ് ആൻഡ് ഇരിക്കുമ്പം ഈ മൂമെൻറ്റിലാണ് ഇരിക്കുന്നത്. ഈ പൊസിഷനിൽ കാലിൻ്റെ പാദം ഒന്ന് ഉപ്പൂറ്റി ഒന്ന് പൊക്കുക, എന്നിട്ട് ടോയിലാണ് ഇരിക്കുന്നത്. റെഡി? 1 hold for 5 seconds up. 1 2 3 4 last one, ഇനിയാണ് ഉപ്പൂറ്റി താഴെ വയ്ക്കേണ്ടത്. ഓക്കെ, ദെൻ ഈ സ്ട്രെച്ചാണ് ചെയ്യുന്നത്. 1 2 3 4 5 6 7 8 9 10 opposite 1 2 3 4 5 6 7 8 9 10 ഓക്കെ. ദെൻ നമ്മൾ ത്രികോണാസനത്തിന് നിൽക്കുന്നത് പോലെ തന്നെ കാലുകൾ മാക്സിമം നിങ്ങളുടെ നീ ജോയിൻറ്റിന് പ്രശ്നമുണ്ടാകാത്ത രീതിയിൽ നിൽക്കുക. ഓരോരുത്തരും അവനവൻ്റെ ഈസിനാണ് ചെയ്യേണ്ടത്. ഓരോരുത്തരുടെ ഫ്ലെക്സിബിലിറ്റി ഡിഫറെൻ്റ് ആണ്. എന്നിട്ട് കൈകൾ മുകളിലേക്ക് പൊക്കുക, ബോഡി ഒരു സ്ഥലത്തേക്ക് ലെഫ്റ്റിലേക്ക് തിരിക്കുക, എന്നിട്ട് പതിയെ സ്ലോലി ഫ്ലോറിൽ ടച്ച് ചെയ്യുക. ഏതിലേക്ക് എവിടേക്കാണോ ബോഡി കൃത്യമായിട്ട് ടേൺ ആയിരിക്കുന്നത് ആ പൊസിഷനിൽ ഫ്ലോർ ടച്ചിങ്. റെഡി? ഡൗൺ, hold for 5 seconds, up, opposite, down, hold for 5 seconds here also. Repeat this for 10 times. Second step, up, opposite, up,
3, up, up, 4, up, opposite. Be mindful about your stretches and body parts. Up, 6, up, 7, up, 8, up, 9, up, 10, up, 4-5 seconds, back, again, hold 4-5 seconds, come back, down, okay, next, നല്ലതായിട്ട് പിടിച്ചല്ലേ. 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി ഈ മൂമെൻറ്റ് നമ്മൾ ഇച്ചിരി സ്പീഡ് കിട്ടുക. നമ്മൾ ചെറുപ്പത്തിൽ കുഞ്ഞായിരുന്നപ്പോഴത്തേക്കിന് ചെറിയ സ്റ്റെപ്സ് ഡാൻസിൽ ചെയ്യുന്നത് പോലെ ഇച്ചിരി സ്പീഡിൽ ഇത് ചെയ്യുക. ജസ്റ്റ് നമ്മളുടെ ഹിപ്പാട്ടിൽ മാത്രം നോക്കാം. ഓക്കെ, റെഡി? എൻജോയ് യുവർ ബോഡി മൂവ്മെൻറ്റ്. ഹാപ്പി ആവില്ലേ? ഓക്കെ, ഒരു ടോ പാഡ് നമ്മളൊന്ന് മൂവ് ചെയ്യിക്കുന്നു കാല്. അഗെയിൻ just now we are taking front and back movement to and fro. Ready? That is slow. 2, 3, 4, 5, 6,
7, 8, 9, 10. Now we are making it as speed movements. Ready? 1, 2. Make it fast. Okay, slowly come back. Ready? Ready? Arch your back. കൈകൾ അനങ്ങരുത്. മാക്സിമം 20 times. 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ശരിക്കും ഹ്യൂമൻ ബോഡി ഒന്ന് മൂവ് ചെയ്യുമ്പം നമ്മളിപ്പോൾ ചെറിയ കാലഘട്ടത്തിലേക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നഴ്സറി, പ്രൈമറി സ്കൂൾ, ലോവർ പ്രൈമറി സ്കൂൾ കാലഘട്ടത്തേക്ക് നമ്മളൊന്ന് മൂവ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പം നമ്മളുടെ ആ കൊച്ചു കുട്ടി ഇപ്പോഴും നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതിനൊരു അപ്രീസിയേഷനൊക്കെ കൊടുക്കുക. എന്നിട്ട് ലെറ്റ്സ് മൂവ് അഹെഡ് ഫോർ ഫ്ലോർ എക്സസൈസ്. One, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. എന്നിട്ട് നമ്മുടെ ഷോൾഡർ ബിറ്റിൽ കാലുകൾ 90 ഡിഗ്രിയിൽ കുത്തി ഉറപ്പിക്കാം. ഓക്കെ, എന്നിട്ട് ഉള്ളിലേക്ക് ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് ടൈറ്റാക്കി വയറ് പിടിച്ചുകൊണ്ട് ജസ്റ്റ് ഡു ദിസ് മൂവ്മെൻറ്റ്. 25, 26, 27, 28, 29, 30. Relax. And next, just ഇങ്ങനെ കിടക്കുക. കാലുകൾ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് ഒരു വള്ളം പോലെ പുറത്തേക്ക് പിടിക്കുക. ഷോൾഡർ മാക്സിമം താഴോട്ട് സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് ചെയ്ത് മാക്സിമം പിടിക്കുക. എന്നിട്ട് പതിയെ റിലാക്സ് ചെയ്ത്
തിരിച്ച് വരിക. ഷോൾഡർ മാറ്റിൽ പ്ലേസ് ചെയ്യുക. അഗെയിൻ സ്ട്രെച്ച്. ഷോൾഡർ നന്നായിട്ട് മാറ്റിൽ നിന്ന് പൊങ്ങണം. കഴുത്തുകൾക്ക് സ്ട്രെച്ച് ഇല്ലാതെ തന്നെ മാക്സിമം റിലാക്സ്. വൺ മോർ ടൈം. റെഡി? സ്ട്രെച്ച്. കാലുകൾ സ്ട്രെച്ച് ഔട്ട് ചെയ്യുക മാക്സിമം. Hold your breath. Tight your muscles. Release your breath and tight your abdominal muscles more. 30 seconds. Feel your body. Relax. ഓക്കെ. ജസ്റ്റ് ഷോൾഡർ പ്ലേസ് ചെയ്യുക. നന്നായിട്ട് ഫ്ലോറിൽ പ്ലേസ് ചെയ്യുക. കഴുത്തിന് സ്ട്രെയിൻ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് കൈകൾ പിന്നെ സ്ട്രെച്ച് ചെയ്യുക. മാക്സിമം നമുക്ക് തൊട്ടടുത്ത് കൊണ്ടുവന്ന് കാല് വയ്ക്കുക. എത്രമാത്രം ഇങ്ങോട്ട് കയറ്റി വയ്ക്കാൻ പറ്റുമോ ദാറ്റ് ഇസ് ഫൈൻ. ഇങ്ങനെ വെച്ച് ഹോൾഡ്. ഇങ്ങനെ ഈ ഒരു മൗണ്ട് ഹോൾഡ് ചെയ്യുക ഫോർ 10 seconds. ആ സമയം നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക. 10 seconds ആയി കഴിയുമ്പോൾ റിലീസ് ചെയ്ത് തിരിച്ചു വരിക. ഇവിടെ ഹോൾഡ് ചെയ്യുക 10 seconds. അപ്പോഴും അബ്ഡോമിനൽ മസിൽസ് ടൈറ്റാക്കി പിടിക്കുക. ടെൻ സെക്കൻഡ്സ് കഴിഞ്ഞ് റിലീസ് ചെയ്യുക. കാലുകൾ താഴെ ഉറപ്പിക്കുക. ഈ പാദങ്ങൾ കൂട്ടി വെച്ചുകൊണ്ട് വീണ്ടും മസ്കുലർ നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് ടൈറ്റാക്കി പിടിക്കുക. അടുത്ത 10 seconds. റിലീസ് ചെയ്യുക. തിരിച്ചു വരിക. ഇതേപോലെ ഈ കാല് മറ്റൊരു ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് മാക്സിമം ഇത് ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. അബ്ഡോമിനൽ മസിൽസ് ടൈറ്റാക്കി പിടിക്കുക. റിലീസ് ചെയ്യുക. ഓപ്പോസിറ്റ്. ഓക്കെ. ഈ ഒരു മസിൽ, ഈ ഒരു മൂവ്മെൻറ്റ് നമ്മുടെ റൂട്ട് ചക്രയെ സ്ട്രെങ്തൻ ചെയ്യാനും റൂട്ടിനെ അതായത് നമ്മുടെ ഹിപ്പിനെ ഒന്ന് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി സൈഡിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി ആ ടോയിൽ പതിയെ കാലുകൾ പൊക്കുക. എന്നിട്ട് ഹിപ്പൂടെ പതിയെ ഒന്ന് പൊക്കി കൊടുക്കുക. യെസ്. അത്രയും പൊങ്ങത്തില്ല, ഇച്ചിരൂടെ. റൈറ്റ്. നമ്മളതിൽ കുറച്ചുകൂടെ താത്തിക്ക്. ഇത് ഹിപ്പിന് മാത്രമാണ്. നമ്മളതിൽ താത്തിക്ക്, ബട്ട് താത്തിക്ക്. യെസ്. യെസ്, കറക്റ്റ്. ഹോൾഡ് ഇറ്റ് 10 seconds. റിലീസ് സ്ലോലി ആഫ്റ്റർ 10 seconds. രണ്ടും കാലും നമ്മുടെ അബ്ഡോമിനൽ ഏരിയ ഒരേപോലെയാണ് നിലത്ത് വരേണ്ടത്. ഓക്കെ. റിലീസ്. 10 second എക്സസൈസാണ്. ഇനി ഓപ്പോസിറ്റ് ഹീല് കുത്തി വെച്ചിട്ട് കാലുകൾ തിരിച്ച് ഓപ്പോസിറ്റ് ഹീല് കുത്തുക, ടോ പൊക്കുക. ഓക്കെ. ഇനി പതിയെ ബട്ടൊന്ന് ചെറുതായിട്ട് പൊക്കുക. യെസ്. മതി. സ്റ്റോപ്പ് ആവില്ലല്ലോ. 2 3 4 5 6 7 8 9 10. ടൈറ്റ്. റിലീസ്. ഇനി കാലുകൾ ചേർത്ത് വയ്ക്കുക. കാലിൻ്റെ ഉള്ളം കാലുകൾ ചേർത്ത് വയ്ക്കുക. കുട്ടികൾ ചെയ്യുന്നത് പോലെ ചേർത്ത് വയ്ക്കുക. ചേരട്ടെ. എന്നിട്ട് അതിനെ ടച്ച് ചെയ്ത് ടോയോട് കൂടി ടച്ച് ചെയ്ത്. യെസ്. നമ്മൾ കൈകൊണ്ട് കൂപ്പുകൈ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ആൻഡ് എഗെയിൻ അബ്ഡോമൻ മസിൽസ് ടൈറ്റ് ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് മാക്സിമം സ്ട്രെച്ച് ഔട്ട് ചെയ്ത് വയ്ക്കുക. യെസ്. ഹോൾഡ് ഫോർ 10 9
8, 7, 6, 5, 4, 3, 2, 1. Release. Then കാലുകളെടുത്ത് ഇവിടെ വയ്ക്കും. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാം. ഇവിടെ കുത്തിപ്പിടിക്കാം. ഇച്ചിരൂടെ ചെറിയ സ്ട്രെച്ച് കിട്ടത്തില്ല. ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കും. 90 ഡിഗ്രി. യെസ്, ടൈറ്റ് ചെയ്ത് അബ്ഡോമൻ ടൈറ്റ് ചെയ്യാം. 6, 8, 10. Release and opposite. Start. Stretch ഉറപ്പ് വരുത്തുക. ടൈറ്റ് യുവർ അബ്ഡോമിൻ. 9, 7, 5, 3, 1. Release. അടുത്തത് നമ്മൾ പൊസിഷൻ യുവർ ലെഗ്സ് അപ്പ് യുവർ ബ്രിഡ്ജ്. മേക്ക് ഇറ്റ് ഇൻ എ ബ്രിഡ്ജ് പൊസിഷൻ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. Release. സോ ഇനി നമ്മൾ തുടങ്ങിയപ്പം ഒരു ഫ്ലോറിൽ ആദ്യം ചെയ്തൊരു എക്സസൈസ് ഉണ്ട് 15 ടൈംസ്. അത് എത്രയാണോ ആദ്യം ചെയ്തത് അതിൻ്റെ ഡബിൾ ചെയ്ത് ഫ്ലോർ സെഷൻ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. 29, 28, 27, 26, 25, 24, 23, 22, 21, 20, 19, 18, 17, 16, 15, 14, 13, 12, 11, 10, 9, 8, 7, 6, 4, 3, 2, 1. Relax. Let's have a simple meditation. Breathe മാത്രം ഫോക്കസ് ചെയ്യുക. Just close your eyes. Remove your spectacles. ഇലക്ട്രോണിക് വാച്ച്, കണ്ണട അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവരൊന്ന് റിമൂവ് ചെയ്ത് വയ്ക്കുക. എല്ലാവരും പായിൽ തന്നെ കൃത്യമായിട്ട് ഇരിക്കുക. മാറ്റിലാണ് ഇരിക്കേണ്ടത്. ജസ്റ്റ് സുഖമായി നിങ്ങൾക്കിരിക്കാവുന്ന പൊസിഷനിൽ കാലുകൾ ശരീരത്തെ ഉറപ്പിച്ച് വയ്ക്കുക. ശരീരത്തിന് കൂടുതൽ ഭാഗം ഭൂമിയിൽ പതിഞ്ഞിരിക്കുക എന്നുള്ളതാണ് സുഖമായിരിക്കാനുള്ള ഒരു ഈസി വേ. Close your eyes. Just concentrate on the
tip of your nose. An easy movement is happening there, which is very hassle free. Sense your breath. Don't try to manipulate it, let it be happen. Just concentrate only. നിങ്ങൾ ശ്വാസത്തെ മാത്രം ശ്രദ്ധിക്കുക, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ട. Be grateful about your body. Be grateful about your mind. Be grateful about your own universe. Just observe your heartbeat and appreciate the rhythm. ആ rhythm കറക്റ്റാണ് അല്ലെങ്കിൽ വീരഹാസം. Ailment if it is wrong. പ്രപഞ്ചത്തിലെ എല്ലാത്തിനും ഒരു താളമുണ്ട്. ആ താളത്തിന് എഗനസ്റ്റായി നമ്മൾ ചിന്തിക്കുകയും മൂവ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് എല്ലാം സ്ട്രെസ്ഫുൾ ആകുന്നത്. സോ വീശിയടിക്കുന്ന കാറ്റ്, പെയ്യുന്ന മഴ, പറക്കുന്ന പക്ഷികൾ, നമ്മളുടെ ഉള്ളിലേക്കും പുറത്തേക്കും വരുന്ന ശ്വാസോച്ഛ്വാസം, ഹൃദയതാളം, ബ്ലഡ് ഫ്ലോ, നമ്മുടെ സിരകളിലെ രക്തം, നമ്മളുടെ ശരീരത്തിലെ സ്രവങ്ങൾ, എല്ലാം അതിൻ്റേതായ താളത്തിലാണ് ചലിക്കുന്നത്. നിശ്ചലമായി കിടക്കുന്ന ഒരു നീലത്തടാകം, ആ തടാകത്തിന് മുകളിലൂടെ പക്ഷികൾ പറന്നുകൊണ്ടേയിരിക്കുന്നു. അതിനു മുകളിലൂടെ പൂമ്പാറ്റകൾ ചലിക്കുന്നു. ഒരു പക്ഷി അതിൻ്റെ ചുണ്ടിൽ കടിച്ചുകൊണ്ട് വരുന്ന ഒരു പഴം ആ തടാകത്തിലെ വെള്ളത്തിലേക്ക് വീഴുന്നു. ആ തടാകത്തിൽ ഓളങ്ങൾ സൃഷ്ടിക്കുന്നു. നിശ്ചലമായിരുന്ന ഒരു തടാകം ഓളങ്ങളാൽ നിറയുന്നു. പക്ഷിയുടെ ചുണ്ടിൽ നിന്ന് താഴെ വീണ ഒരു കുഞ്ഞു പഴമാണ് ആ ഓളം സൃഷ്ടിച്ചിരിക്കുന്നത്. പുറത്തു നിന്ന് എന്തു വീണാലും ഇങ്ങനെയാണ് മനസ്സും ശരീരവും. ഫോറിൻ ബോഡിയെ അക്സെപ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ചെറിയ ചെറിയ ഓളങ്ങളോടും തരംഗങ്ങളോടും കൂടി ആ വെള്ളം മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. തടാകത്തിൻ്റെ ഭിത്തികൾ അതിനെ ബാലൻസ് ചെയ്യുന്നു. ഒടുക്കം അത് നിശ്ചലമാകുന്നു. അവിടെ ക്രിയേറ്റഡായ ഒരു എനർജി ഉണ്ട്. ഇത് തന്നെയാണ് സ്ട്രെസ്സായിട്ടും സങ്കടങ്ങളായിട്ടും ആങ്കറായിട്ടും ഒക്കെ നമ്മുടെ ഉള്ളിലും ക്രിയേറ്റഡ് ആവുന്നത്. ആ തടാകം അതിൻ്റെ ഓളങ്ങളെ ബാലൻസ് ചെയ്തതുപോലെ നമ്മളുടെ ഉള്ളിലെ സങ്കടങ്ങളെ, പ്രശ്നങ്ങളെ, വേദനകളെ, റിജക്ഷനുകളെ, ആങ്കറിനെ, മത്സരബുദ്ധിയെ, ഈഗോയെ നമുക്കൊന്ന് ബാലൻസ് ചെയ്യാം. 1 2 3 6 എന്ന താളത്തിൽ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക. ആയാസകരമായി തന്നെ ശ്വാസമെടുക്കുക. 1 2 3 4 5 6. Just hold it for 3 seconds. Release. 9 8 7 6 5 4 3 2 1. അങ്ങോട്ടും പുറത്തോട്ടും ശ്വാസമില്ലാതെ ഹോൾഡ് ചെയ്യുക. ഈസിയായി ശ്വാസം
ഉള്ളിലേക്ക് വലിക്കുക. 1 2 3 4 5 6. Release 9 8 7 6 5 4 3 2 1. നിശബ്ദമായി നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഒബ്സർവ് ചെയ്യുക. നിബന്ധനകളും നിഷ്കർഷയും ഒന്നുമില്ലാതെ ശ്വാസത്തെ അതിൻ്റെ വഴിക്ക് വിടുക. Breathe in. Breathe out completely. Breathe in. Breathe out. Breathe in. Breathe out. Appreciate your ears. Appreciate your nose. Appreciate your mouth. ഈ പ്രപഞ്ചം നിങ്ങളാണ്, നിങ്ങൾ ഈ പ്രപഞ്ചത്തിലാണ് എന്ന് ഉത്തമ ബോധ്യത്തോടെ ദീർഘമായൊരു ശ്വാസം എടുക്കാം. കാലിൻ്റെയും കൈകളുടെയും നഖം, മുടി, നിങ്ങളുടെ സ്കിന്ന്, കാൽപാദം, കൈവെള്ളയ്ക്കകം, ഇവയൊക്കെ ഒന്ന് നോക്കിക്കാണുക മനസ്സുകൊണ്ട്. എത്ര ആകർഷകമായ രീതിയിൽ, എത്ര ആത്മാർത്ഥമായി അതിൻ്റെ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. Ask a question. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഉത്തരത്തിന് കാത്തു നിൽക്കാതെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. Whatever happens in my life, I love myself and I celebrate my success. I proudly live my womanhood. I am a creator in this universe. Universe has deposited the prime duty of creation through me. I am the part of creation. I love myself. 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 I love me. 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 Concentrate on your navel space. And a deep breathe towards your navel space. And allow that breath to Freely flow from your body. Gain grateful about the day, grateful about your parents, grateful about your survival.
grateful about your environment. Be happy. With a smile, open your eyes. ഇന്നൊരു ടാസ്ക് ഉണ്ട്. നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്ന, നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്ന 3 കാര്യങ്ങൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അതെഴുതിയിട്ട് എന്തുകൊണ്ടാണ് ഈ റെസിസ്റ്റൻസ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. വാട്ട് ആർ ദ റെസിസ്റ്റിംഗ് ഫാക്ടേഴ്സ്? വൈ ഐ എം റെസിസ്റ്റൻറ്റ് ടുവേർഡ്സ് ദിസ് പർട്ടിക്കുലർ ആക്ഷൻ?